നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ. പേഴ്സണൽ റീഡിങ്ങിൽ വാട്സപ്പ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. പലവരും എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും ഞാൻ പുതിയ കസ്റ്റമേഴ്സിനാണ്, അവർക്കൊന്നും ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. കഴിഞ്ഞ 2 ദിവസമായി എനിക്ക് തൊണ്ടടപ്പും അതുപോലെ ജലദോഷം, പനി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും കുറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ടാണ് പുതിയതായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് മെസ്സേജ് അയച്ചവർക്കും ഒക്കെ ഞാൻ മറുപടി തരാത്തത്. ഞാൻ 2 ദിവസമായിട്ട് റീഡിങ് എടുക്കുന്നില്ലായിരുന്നു. പേഴ്സണൽ റീഡിങ് നമ്മുടെ യൂട്യൂബ് ചാനലിലും വീഡിയോ ഉണ്ടായിരുന്നില്ല. ഞാൻ റെസ്റ്റിലായിരുന്നു. പിന്നെ പേയ്മെൻറ്റ് ചെയ്തവർക്കും പലവർക്കും ഞാൻ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എങ്ങാനും മറുപടി കിട്ടാൻ വൈകുകയാണെങ്കിൽ അത് മനഃപൂർവ്വം തരാണ്ടിരിക്കുന്നതല്ല, എനിക്ക് വയ്യാത്തത് കൊണ്ടാണ്. ഞാനപ്പോൾ അത് ടൈം എടുത്തിട്ട് കുറച്ചായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. വേറൊന്നും ആയിട്ടല്ല, വയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വായനയുടെ ടോപ്പിക് എന്ന് പറയുന്നത്, തലക്കെട്ട് എന്ന് പറയുന്നത്, നിങ്ങളോട് ഈ വ്യക്തി തുറന്നു പറയാതെ ഇത്രയും കാലം മറച്ചു വെച്ചിരുന്ന ചില രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നു. ഈ വായന നിങ്ങളുടെ വ്യക്തിയെ ഓർത്തുകൊണ്ട് മുഴുവനുമായി കാണണം. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ ഭർത്താവായിരിക്കാം, ഭാര്യയായിരിക്കാം, കാമുകനോ കാമുകിയോ ആയിരിക്കാം. ഏത് ബന്ധമാണെങ്കിൽ പോലും നിങ്ങൾ വളരെ പോസിറ്റീവോട് കൂടി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച പല കാര്യങ്ങളും ഒരു പക്ഷേ നിങ്ങളിത് ഒരുപാട് നിങ്ങളുടെ വ്യക്തിയോട് ചോദിച്ചിട്ടുണ്ടാകാം, പക്ഷേ നിങ്ങളുടെ അടുത്ത് ഈ വ്യക്തി തുറന്ന് പറയാൻ കൂട്ടാക്കിയില്ലായിരിക്കാം. അല്ലെങ്കിൽ പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാതെ, തുറന്ന് പറയാതെ അത് പതുക്കെ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒഴിവായിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾക്കും വളരെയധികം ആഗ്രഹമുണ്ട്, ആകാംക്ഷയുണ്ട്. ഈ വ്യക്തി എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിൽ നിന്നും, നിങ്ങളായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ഒരു പ്രണയബന്ധത്തിൽ നിന്നോ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ഈ വ്യക്തി മറച്ചു വെക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സാഹചര്യമായിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാച്ചായിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളിത് ഏറ്റെടുക്കുക, അല്ലാത്ത പക്ഷം വിട്ടേക്കുക. അപ്പോൾ ഈ വ്യക്തി ഇവിടെ നന്നായിട്ട് പറയുകയാണെങ്കിൽ ഈ വ്യക്തിയുടെ എനർജിയുടെ ഒപ്പം തന്നെ തേർഡ് പാർട്ടിയുടെ എനർജിയും ഉണ്ട്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഒന്നുമല്ല, ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അതായത് തേർഡ് പാർട്ടി എന്ന് പറയുന്നത് തീർത്തും ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് എന്ന് പറയുമ്പോൾ, ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു വ്യക്തിയായിട്ടാണ്, അതായത് നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കും ഇടയിലേക്ക് ഒരു അപ്രതീക്ഷിതമായി അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സാഹചര്യത്തിൽ, ഏതോ ഒരു സന്ദർഭത്തിൽ പെട്ടെന്ന് കയറിക്കൂടിയ ഒരു പേഴ്സണായിട്ടാണ് നമുക്കിവിടെ തേർഡ് പാർട്ടി ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ സുഹൃത്തായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സുഹൃത്തായിരിക്കാം. അപ്പോൾ ആദ്യമൊക്കെ നല്ല രീതിക്ക് തന്നെ പോസിറ്റീവ് ക്യാരക്ടറോട് കൂടി, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ ഇപ്പോൾ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ്. അതായത് ആദ്യം പോസിറ്റീവ് ക്യാരക്ടർ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ എത്തി നിൽക്കുന്നത് നെഗറ്റീവ് ക്യാരക്ടറായിട്ടാണ്. അപ്പോൾ ആ പോസിറ്റീവ് എനർജിയിൽ നിന്നും നെഗറ്റീവ് എനർജിയിലേക്കുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ, അത് നമുക്കിവിടെ തീർത്തും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ കുറ്റക്കാരായി നിൽക്കുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പല കാര്യങ്ങളും നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുന്നില്ലായിരിക്കാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ വിശ്വസിക്കുന്നില്ലായിരിക്കാം. കാരണം ഈ വ്യക്തിയുടെ കൂടെ തേർഡ് പാർട്ടിയുടെ എനർജിയും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഈ പേഴ്സൺ മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും എന്താന്ന് വെച്ചാൽ അത് ഉടനെ തന്നെ നിങ്ങളത് മനസ്സിലാക്കും, നിങ്ങളത് അറിയും. ഈ വ്യക്തി എന്തൊക്കെയാണ് മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ
അത് ഉടനെ തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് അത് തുറന്ന് കാണിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് തീർത്തും നിങ്ങളെ കുറിച്ചിട്ട് വളരെയധികം തെറ്റിദ്ധാരണ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ കിടന്ന് പലതരത്തിലുള്ള പ്രവർത്തികളും നടക്കുന്നത് അത് തേർഡ് പാർട്ടിയിലൂടെ തന്നെയാണ്. അപ്പോൾ ആ തേർഡ് പാർട്ടി കാരണം ഇവിടെ പലതരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് നിങ്ങളുടെ പേഴ്സണെ വശീകരിക്കുകയും സാമ്പത്തികത്തിന് വേണ്ടിയിട്ട്, അതായത് പണത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പേഴ്സണെ മാക്സിമം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്ത ഒരു രീതി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്നത്, നിങ്ങളിലേക്ക് ഈ പേഴ്സൺ വരാൻ നോക്കുമ്പോൾ ഇവിടെ തേർഡ് പാർട്ടി ഈ പേഴ്സണെ വലിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരുപക്ഷെ അത് ഈ പേഴ്സന്റെ എക്സ് വൈഫ് ആയിരിക്കാം, എക്സ് ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള പാർട്ട്ണർ ആയിരിക്കാം. അപ്പോൾ ആദ്യം പോസിറ്റീവായിട്ട് നിന്നിരുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കംപ്ലീറ്റ്ലി മുഴുവനുമായിട്ട് നിങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കുന്നത്, അത് നെഗറ്റീവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ തീർത്തും ഈ പേഴ്സണെ നല്ല രീതിയിൽ മാനിപ്പുലേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഈ പേഴ്സണ് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെക്കുറിച്ച് അനാവശ്യം പറഞ്ഞു കൊടുക്കുകയും നിങ്ങളെ ഒരു മോശം ക്യാരക്ടറായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പേഴ്സന്റെ എനർജിയോട് കൂടെ തന്നെ തേർഡ് പാർട്ടിയുടെ എനർജിയും നല്ല രീതിയിൽ അറ്റാച്ച്മെന്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, അതായത് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്ന് നമുക്കിതിലൂടെ പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ പേഴ്സൺ ഒരുപക്ഷെ നല്ലൊരു ഗൃഹനാഥനായിരിക്കാം, നല്ലൊരു ഗൃഹനാഥയായിരിക്കാം, അത്യാവശ്യം നല്ല സമ്പത്തുള്ള വ്യക്തിയായിരിക്കാം, ബിസിനസ്മാൻ ആയിരിക്കാം, ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, സമൂഹത്തിൽ അത്യാവശ്യം ഒരു നിലയും വിലയൊക്കെയുള്ള വ്യക്തിയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തീർത്തും ഈ വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് എല്ലാം കൊണ്ടും വളരെ അനുഗ്രഹമായിട്ടുള്ളൊരു ബന്ധമാണ്. അതായത് എല്ലാം കൊണ്ടും നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടാണ് ഈ പേഴ്സൺ ചെയ്തുകൊണ്ടിരുന്നത്. സാമ്പത്തികപരമായിട്ടും ഇമോഷണൽ പരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണെങ്കിലും ഏത് വിധേനയാണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം അനുഗ്രഹമായിരുന്നു ഈ പേഴ്സൺ എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സ് പലതരത്തിലും ഇംബാലൻസ് ആയി വരുന്നുണ്ട്, അതായത് ചാഞ്ചാട്ടം വരുന്നുണ്ട്. ഒരു സ്ഥലത്ത് അടിയുറച്ച് നിൽക്കാൻ സാധിക്കാതെ, സ്റ്റെബിലിറ്റി ഇല്ലാതെ ഇടക്ക് മനസ്സ് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് തീർത്തും തേർഡ് പാർട്ടിയുടെ ശക്തമായിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ്, അവരുടെ ആ ഒരു സാന്നിധ്യം. പക്ഷേ ഇവിടെ എന്താണ് പുതിയ വഴിത്തിരിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക്, അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഒരു 100% ഒരു 80% ആളുകൾക്കെങ്കിലും അത് പോസിറ്റീവായിട്ട് നിങ്ങൾ ഏറ്റെടുക്കണം. ഒരു 80-85 ശതമാനം ആളുകൾക്കെങ്കിലും ഈ വ്യക്തി നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരാൻ പോവാണ്. കാരണം ഇത്രയും കാലം തേർഡ് പാർട്ടി ആയിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്, അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്കായിരുന്നു കൂടുതലും സാഹചര്യങ്ങൾ അനുകൂലമായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പൊ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തേർഡ് പാർട്ടിയുമായിട്ട് ഈ പേഴ്സൺ പലതരത്തിലുള്ള സെപ്പറേഷനിലേക്ക് പോകുന്നു. അതായത് തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം സ്നേഹമല്ല, ഈ വ്യക്തിയുടെ പണമാണ് എന്നുള്ള തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തി ഉടനെ തന്നെ മനസ്സിലാക്കാൻ പോകുന്നു. അത് ഒരുപക്ഷെ നിങ്ങളായിട്ട് കണ്ടുമുട്ടുന്നതോടുകൂടിയായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സുഹൃത്ത്, വേറെ ഏതെങ്കിലും കൂട്ടുകാരനോ കൂട്ടുകാരിയോ പറഞ്ഞ് അവര് പറഞ്ഞു തന്ന അറിവിലൂടെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തിക്ക് ഒരു വകതിരിവ് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമുക്ക് ഡെത്ത് കാർഡാണ് മെയിൻ ആയിട്ടുള്ള കാർഡ്സിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതായത് പല കാര്യങ്ങളുടെയും അവസാനവും പുതിയ നല്ല നല്ല കാര്യങ്ങളുടെയും തുടക്കത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതിൽ തീർത്തും നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ടീവ് എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്ന ഒരു രീതി. അതായത് ഇത്രയും കാലം ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടില്ല, നിങ്ങൾക്ക് പ്രാധാന്യം തന്നിട്ടില്ല എങ്കിൽ ഇനി മുതൽ നിങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള രീതിയിൽ ഈ വ്യക്തി അറിഞ്ഞോ അറിയാതെയോ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ പോകുന്നു. അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോകുന്നു. അതായത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് എങ്ങനെയെങ്കിലും വരണം എന്നുള്ള രീതിയിൽ.
അതായത് വഴി തെറ്റിയിട്ടായാലും അബദ്ധത്തിലായാലും നിങ്ങൾ ഈ വ്യക്തിയുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിപ്പെട്ടാൽ മതി എന്നുള്ള രീതിയിലേക്ക് ഈ പേഴ്സൺ ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ പേഴ്സൺ മാറാൻ പോകുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയെ കാത്തിരിക്കുന്നത് കംപ്ലീറ്റ്ലി ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ പേഴ്സന്റെ കൂടെ നെഗറ്റീവായിട്ട് നിൽക്കുന്നത് ആരൊക്കെയാണോ, ഇൻക്ലൂഡിങ് തേർഡ് പാർട്ടി, ആരൊക്കെയാണോ അവരെല്ലാവരും കൊഴിഞ്ഞു പോകാൻ പോവുകയാണ്. ദെൻ ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് സിൻസിയർ ആയിട്ടുള്ള കൂട്ടുകാർ, സിൻസിയർ ആയിട്ടുള്ള കൊളീഗ്സ്, ആത്മാർത്ഥ സ്നേഹമുള്ള നിങ്ങൾ, ഇങ്ങനെ വളരെയധികം മനസ്സിന് നന്മയുള്ള അല്ലെങ്കിൽ ആത്മാർത്ഥത ഉള്ള വ്യക്തികൾ മാത്രം ഈ പേഴ്സന്റെ ലൈഫിലേക്ക് ഇനി വരാൻ പോവാണ്. ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും തമ്മിത്തല്ലി പിരിയാൻ പോവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടാക്കി ഈ പേഴ്സണായിട്ട് ഒരുമിച്ച് പോകാൻ പറ്റാതെ ഈ പേഴ്സണോട് ഗുഡ് ബൈ പറഞ്ഞ് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അത് നിങ്ങളിലേക്ക് ഒരു ചാൻസ് വരുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു ചാൻസ്, ഒരു അവസരം നിങ്ങളെ തേടി വരുന്നുണ്ട്. അത് നിങ്ങൾ കളയാതെ നോക്കണം. അപ്പോൾ തീർത്തും ഈ പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയുള്ള സാഹചര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൺ ആ ഒരു കൂടുതലും രഹസ്യങ്ങൾ ഇവിടെ തേർഡ് പാർട്ടിയെ റിലേറ്റ് ചെയ്ത് തന്നെയാണ് കിടക്കുന്നത്. തേർഡ് പാർട്ടി എന്നോട് അത് ചെയ്തു, ഇത് ചെയ്തു, പൈസ വാങ്ങിച്ചു, നിന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലും ഈ പേഴ്സൺ നിങ്ങളോട് തുറന്നു പറയാനായിട്ട് പോകുന്നത്. അതായത് മറച്ചു വെച്ചിരുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാൻ പോകുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരാൻ പോവാണ്. നിങ്ങളിലേക്കുള്ള സ്നേഹത്തിന്റെ പാനപാത്രം ഈ വ്യക്തി നീട്ടാൻ പോവുകയാണ്. നൈറ്റ് ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അത് വളരെ പതുക്കെ പതുക്കെ വരുന്ന ഒരു 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 രീതിയാണ് കാണിക്കുന്നത്. കാരണം ഈ പേഴ്സൺ മടിച്ചു നിൽക്കുകയാണ്, മന്ദം മന്ദം വന്നുകൊണ്ടിരിക്കുകയാണ്, പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിങ്ങളെ ഒരുപക്ഷെ അത്രയും ദ്രോഹിച്ചിട്ടുണ്ടാകാം ഈ പേഴ്സൺ, തേർഡ് പാർട്ടി കാരണം. അപ്പോൾ അതുകൊണ്ട് വളരെ ആലോചിച്ചും പേടിച്ചും ഒക്കെയാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് പതുക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എന്തോ ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ പുതിയ തുടക്കം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രണയം സാക്ഷാത്കരിക്കാനും നിങ്ങളുടെ ദാമ്പത്യ ജീവിതം മുറിഞ്ഞു കിടക്കുകയാണെങ്കിൽ അത് നല്ല രീതിക്ക് കൊണ്ടുവരാനും ഒക്കെ നിങ്ങൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കുക. കാരണം ഏതൊരു ദൈവിക ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രതിഫലം, നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഗിഫ്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. അതും കുറച്ച് വൈകിട്ടാണെങ്കിലും നിങ്ങളിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേഴ്സൺ മറച്ചു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും അത് കൂടുതലും തേർഡ് പാർട്ടി റിലേറ്റഡ് തന്നെയാണ്. അപ്പോൾ അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ ദേഷ്യപ്പെടാനോ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഓക്കെ നന്നായി പോയി എന്നുള്ള രീതിയിലൊന്നും പറയാൻ നിൽക്കരുത്. അത് നിങ്ങൾ അവിടെ ക്ഷമയോടുകൂടി അത് കേട്ട് കാര്യങ്ങളെ കുറച്ചും കൂടെ ഗൗരവത്തോടു കൂടി അത് ഹാൻഡിൽ ചെയ്യുക, അത് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് വീഡിയോൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഒക്കെ അവിടെ പറയുന്നതായിരിക്കും. ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.